ഒന്നും അറിയാതുള്ള യാത്ര. കൈ കിട്ടിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഐഡിയ ഉണ്ട്, എനിക്കൊരു ഐഡിയ ഇല്ല. ടേക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ടേക്കിംഗ് ചെയ്ത് ഇന്ത്യ ആണെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തിറങ്ങിയതാണ്. ഇപ്പൊ അങ്കമാലിയിലാണ്. ഇവിടെ നിന്ന് തുടങ്ങണം യാത്ര. എങ്ങോട്ടേക്കാണ് എന്നൊന്നും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ബാക്കി എത്തുന്നത് വരെ കിട്ടുന്നതനുസരിച്ച് പോകും. രണ്ട് പേരെന്താ? അല്ല, ആദ്യത്തെ വണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ക്രോസ് ചെയ്ത് പാലക്കാടിലോട്ട് കടന്ന് പാലക്കാട് ഈ വണ്ടിയിലാണ് ഞങ്ങള് വന്നത്. അങ്കമാലിന്ന് കിട്ടിയത് ഇപ്പൊ കോയമ്പത്തൂരെത്തി. പാലക്കാടേക്ക് എത്തി. ഭയങ്കര പോക്ക്. ഇനി ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 300 കിലോമീറ്റർ ഉണ്ട്. അത്രയും പോണം. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണം. അപ്പൊ നമ്മുടെ അടുത്ത് പുള്ളിയെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്കാണ് എങ്ങനെയാണ്. പുള്ളിയെല്ലാം അടിപൊളി മനുഷ്യനായിരുന്നില്ല, എല്ലാം പക്കയായിട്ട് പറഞ്ഞു. പുള്ളിയായിരുന്നു നേരെ ബാംഗ്ലൂർക്ക് സ്ട്രൈറ്റ് പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക കണക്ഷൻസ് എടുത്ത് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. സ്ട്രൈറ്റ് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതി അനുസരിച്ച് അടുത്ത വണ്ടിക്ക് കൈ അടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. മഴ വരാൻ പോകുന്നുണ്ട്. ഇതിപ്പോ അതിപ്പോ കേരളത്തിൽ നിന്ന് തന്നെ റോഡ്. അത് ഇനിയിപ്പോ അവിടുന്ന് അങ്ങടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരെത്തും. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്ന അറിയില്ല. നമുക്ക് സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. നേരെ ബാംഗ്ലൂർക്കാണ് നെക്സ്റ്റ്. അവിടേക്ക് എത്താനായിട്ടുള്ള രീതി കണക്ഷൻസ് വെച്ച് പയ്യെ പോകുന്നുള്ളൂ. അല്ലാതെ ഒരൊറ്റ ട്രിപ്പ് ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നുള്ളൂ. അത് അലിമ്പായിരിക്കും, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടൂല. വന്ന വഴി അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നൈസ് ക്ലൈമറ്റ് ആയിരുന്നു. തമിഴ്നാട് കയറി കഴിഞ്ഞ അടിപൊളി. കേരളം ഷോക്കായിരുന്നു. കേരളം വിട്ട് കഴിഞ്ഞു. ഞങ്ങൾ കേരളത്തിനെ പുച്ഛിക്കുന്നതല്ല, അവസ്ഥ പറഞ്ഞ റോഡ് നൈസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ ഇനി അങ്ങോട്ടേക്ക് വണ്ടിക്കാരൊക്കെ നൈസായിരിക്കും എന്ന് പറഞ്ഞ. ഇവിടെ നിന്ന് വേഗം സ്കൂട്ട് ആവണം. കൈ കൊട്ടുന്ന ടീംസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വേഗം സ്കൂട്ട് ആകാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ അടുത്ത ഇനി പോവുക. നല്ല മഴ ഉണ്ട്. കാർമേഘങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. എന്തോ വലുതൊന്ന് വരാൻ പോകുന്നു. മഴയ്ക്ക് മുമ്പ് ഇവിടുന്ന് കയറണം, എത്തണം. ട്രോളാണ് എല്ലായിടത്തും. ട്രോളാ. എന്റെ സ്കാർഫ്
കോയമ്പത്തൂരിന്ന് ഇനിയിപ്പോ ഈ റോഡിലേക്കാണ്, ഈ റോഡിൽ തന്നെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് നോക്കണം. ഒരു വണ്ടി നിർത്തുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ റോഡ് എത്ര എന്നാണ് ഉദ്ദേശിക്കണത്. വണ്ടികള് കാര്യങ്ങളൊക്കെ കുറെ പോകുന്നുണ്ട്. ഇതിനുള്ളിൽ നിർത്തിയാണ്. ലിഫ്റ്റ് തന്നെ ചോദിച്ചു നോക്കിയാലാ? അതെ, ആ പുള്ളിനോട് ലിഫ്റ്റ് തന്നെ ചോദിച്ചു നോക്കിയാലാ? ട്രാഫിക്കണ പുള്ളിനോട് അത് വേണ്ട, ചോദിക്കണ്ട. ചോദിച്ച ചേട്ടാ ലിഫ്റ്റ് ഉണ്ട്, ചോദിച്ചപ്പോ തന്നെ അതിനകത്തേക്ക് കയറാനുള്ള ഇതാണ്. என்ன எங்க போயிட்டு இருக்க? கோயம்புத்தூர். கேரளால இருந்து சார். நடந்து வரீங்க? நடந்து அப்படி நாங்க போறேன், ட்ரிப்பு போறேன். நடந்தே ட்ரிப்? ஆமா. அப்ப கார்ல எதுக்கு வந்தீங்க? அல்ல நடந்து லிஃப்ட் அடிச்சு அப்படி போறேன், ஹிச் ஹைக்கிங். ஓ சரி. பேர் என்ன? பாலகிருஷ்ணன். பாலகிருஷ்ணன். எங்க இருந்து வரீங்க கேரளால இருந்து? കേരള കൊച്ചി. കൊച്ചിയിൽ നടന്നു വരീங்களா? ലിഫ്റ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ അവിടെ നിന്നത്. അപ്പൊ ഞങ്ങൾ നടന്നപ്പോ ഞങ്ങളടുത്ത് ചോദിച്ചു വരണ്ടോ എങ്ങോട്ടേക്കാണ്, ഈ റോഡാണെന്ന് പറഞ്ഞപ്പോ ഉള്ളിടത്ത് വരെ ആക്കാന്ന് പറഞ്ഞു. നല്ല വിഷയം കേട്ടോ, കൊറേ കമ്പനിയൊക്കെ പറഞ്ഞു. പുള്ളി എന്തോ ബിസിനസ് ചെയ്യണാണ്. പുള്ളിയുടെ ബിസിനസ് കാർഡൊക്കെ തന്നിട്ടുണ്ട്, നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ പുള്ളി സ്റ്റേ ചെയ്യണതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ അങ്ങനെ പോലീസുകാരൊക്കെ ഉള്ളിടത്ത് പറഞ്ഞാൽ മതി, അവര് സമ്മതിക്കും. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ഇവര് പറഞ്ഞ ഇവിടുത്തെ പോലീസുകാർ ഓക്കെയാണ്, പോലീസ് സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അത് അവരോട് പറഞ്ഞ് പെർമിഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് അങ്ങനെ എന്തെങ്കിലും നോക്കണം. ഇനിയിപ്പോ എന്തായാലും അടുത്ത ലിഫ്റ്റ് നോക്കാം നമുക്ക് ഇവിടുന്ന്. ഇനി കുറച്ചുകൂടി മുന്നിലോട്ട് പോകാനായിട്ട് നോക്കാം. ഈ റോഡെങ്കിലും എത്തണം. ഇന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. രാത്രി ഇപ്പൊ സമയം 7 മണിയാന്ന് പറയും. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റോഡ് എത്താനായിട്ടൊരു 60 കിലോമീറ്റർ കൂടി ഉണ്ട്. അതെങ്ങനെയും ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. വണ്ടികളൊക്കെ കുറെ പോകുന്നുണ്ട്, അറിയില്ല ഒന്നും നോക്കണം. മൂന്നാമത്തെ ചാൻസിൽ ലിഫ്റ്റ് കുറവായിട്ടാണ് കിട്ടുന്നത്. നല്ല ക്ലൈമറ്റ്, തണുപ്പുണ്ട്. ഒരാളെ കിട്ടിയിട്ടുണ്ട്, ലോറി കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് കയറാണ്. ഒരു കടന്നെത്തി. ഇനി ഇവിടെ നിന്ന് നോക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വേഗം തിരിച്ചാവും. അണ്ണാ എങ്ക പോറ? നീലമ്പൂർ. സേലോ? നീലമ്പൂർ. നീലമ്പൂർ. ആ വണ്ടിന്ന് ലിഫ്റ്റ് കിട്ടി. ഇപ്പൊ നീലാമ്പൂരിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആ ചേട്ടൻ ഇവിടുന്ന് തിരിഞ്ഞു. ഞങ്ങക്ക് നേരെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് നേരെ നോക്കണം. ഈ റോഡിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണ്ട, അവിടേക്ക് നോക്കണം. ഞാൻ എടുത്ത് ഇനി അവൻ കൈയാണിക്കാൻ പോവാണ്. വണ്ടി ഉണ്ട്, പക്ഷെ 60 പാത ആയതുകൊണ്ടായിരിക്കണം ഒന്നും നേരെ നിർത്തുന്നില്ല. ഓടി ഇപ്പൊ നിർത്തി തരുന്നു, നോക്കിയിരുന്നു. ഞങ്ങളിപ്പോ നടന്ന് കിടന്ന 5 കിലോമീറ്റർ അടുത്ത് നടന്ന്. ലിഫ്റ്റ് ഒന്നും കിട്ടല്ല, നൈറ്റ് ആയതുകൊണ്ടാണെന്നുണ്ട്. ഇത് 6 പാതി ആയതുകൊണ്ടും ലിഫ്റ്റ് കിട്ടാൻ നല്ല പാടാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്. നീണ്ട 2 മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം ലിഫ്റ്റ് കിട്ടണം.
കിലോമീറ്ററോളം നടന്ന്. അതിൽ കൂടുതൽ നടന്നു. ഇത് ഹൈവേ NH ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ പാടാണ്. അതാണ് പ്രശ്നം. വന്ന വഴിക്കാണെങ്കിൽ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കട കിട്ടിയിട്ടുണ്ട്, അവിടെ ക്രോസ് ചെയ്ത് വന്നേക്കില്ല. റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ എടുത്തു 10 മിനിറ്റ്. ഇവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ. സ്റ്റേ ചെയ്യാൻ പറ്റുമോന്ന് അറിയണം, അതുകൂടി നോക്കണം. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലാണ്. ഹോട്ടലുകാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരിവിടെ കിടന്നോളാൻ പറഞ്ഞു. ഇപ്പൊ ക്ലോസ് ആവും. ഞങ്ങളിവിടെ ടെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റേ. ഇതിന്റെ